ക്രിസ്തുവിങ്കലേക്ക് വരിക. നീ ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അകത്തും പുറത്തും കീൽ തേക്കേണം. പെട്ടകത്തിന്റെ വാതിൽ അതിൻ്റെ വശത്തു വയ്ക്കേണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പെട്ടകം ക്രിസ്തുവിന് നിഴൽ. അത് മരം കൊണ്ട് അഥവാ മാനുഷികമായി ഉണ്ടാക്കിയതാണെങ്കിലും വെള്ളം പിടിക്കാതിരിക്കുവാൻ അതിനകത്തും പുറത്തും കീൽ അഥവാ ദൈവികമായത് തേച്ചു. യേശു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും പരിമിതികളും ഉള്ള മനുഷ്യനായിരുന്നിട്ടും അവൻ്റെ സ്വഭാവം മുഴുവൻ ദൈവികമായിരുന്നു. മാംസവും രക്തവും ഉള്ളവനായി യേശു ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പാപമില്ലാത്ത ഒരു ജീവിതം, ജയജീവിതം സാധ്യമാണെന്ന് നമുക്ക് മാതൃക കാണിച്ചു. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാൻ കഴിയും എന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പെട്ടകത്തിനകത്ത് ആയിരുന്നവർ മാത്രം വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല. നാം ക്രിസ്തുവിങ്കലേക്ക് ചെല്ലേണ്ടത് ആവശ്യം. നാം അവനിൽ വസിക്കണം. അവനാൽ നാം സൂക്ഷിക്കപ്പെടണം. അതുപോലെ സ്വന്തം കഴിവിനാൽ ഈ ജീവിതം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞു. അതെ, അവനെ കൂടാതെ നാം പരാജിതരാകും. നമുക്ക് വീഴ്ചയുണ്ടാകും. നാം അവനിൽ ഇരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എങ്കിൽ കലങ്ങിമറിയുന്ന വെള്ളത്തിന്മീതെ പൊങ്ങിക്കിടക്കുന്നതുപോലെ ജീവിതത്തിൽ നേരിടുന്ന ശോധനകളിൽ നാം സന്തോഷമുള്ളവരായിരിക്കും. അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പെട്ടകത്തിന് ഒരു വാതിൽ. ക്രിസ്തുവിങ്കലേക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ഇടുക്കമായ വഴിയാണ്. അത് തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. പുരുഷാരത്തോടുകൂടെ നിങ്ങൾ പോകുന്നുവെങ്കിൽ, ലോകത്തെയും ലോകക്കാരെയും പ്രസാദിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിങ്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ക്രിസ്തുവിങ്കലേക്ക് വരുവാൻ എല്ലാ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വേർപെടേണ്ടത് ആവശ്യമാണ്.